മാന്യന്മാര് വന്നു പോകുന്ന സ്ഥലമല്ലേ ഇത്? ആരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റിവരാ. അയ്യോ അയ്യോ നിന്നെ ഞാൻ ഒന്ന് കൊല്ലുപടി. എന്റെ കുഞ്ഞെവിടെ? എന്തായി കാണിക്കുന്നേ? എന്റെ കുടുംബം ഇങ്ങനെ ആക്കിയത് ഭ്രാന്ത് നീയൊക്കെ കൂടെ ആക്കിയതല്ലേ? പറയണേ, എന്റെ കുഞ്ഞിനെ നീയൊക്കെ കൂടി എന്ത് ചെയ്തു? എന്ത് ചെയ്യാൻ? ആ കുഞ്ഞിനെ കുറിച്ച് ഞങ്ങൾക്ക് എന്തറിയാനാ? ആ കുഞ്ഞ് എന്റെ മകന്റെ അല്ല. പിന്നെന്തിനാ ഞങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്നേ? അതെന്റെ മകന്റെ കുഞ്ഞല്ല. നീ എന്താ പറഞ്ഞേ? എന്റെ മകന്റെ കുഞ്ഞല്ലെന്നോ? ഈ അമ്പലത്തിലെ സെക്യൂരിറ്റിക്കാരും ഇല്ലേ? ഭ്രാന്ത് പിടിച്ച് ഇതുപോലെ അലയുന്നവളൊക്കെ പിടിച്ച് പൂട്ടിയിടാൻ പറ. മാന്യന്മാര് വന്നു പോകുന്ന സ്ഥലമല്ലേ ഇത്? ആരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റിവരാ. അയ്യോ വേണ്ട ഏട്ടാ വേണ്ട. വിജയലക്ഷ്മി വന്നേ, പൂജയൊന്നും വേണ്ട, വേറെ ദിവസം ആക്കാം. വാ നമുക്ക് പോകാം. വാ വന്നേ. കേറിക്കോ കേറിക്കോ, പെട്ടെന്നാവട്ടെ. ഇങ്ങോട്ട് വണ്ടി. ഈ കൊട വെച്ചൊന്ന് തന്നാലുണ്ടല്ലോ. ഓടി കൂടെ വരുന്നോ? വണ്ടി ഒന്ന് വേഗം വേഗം വിടും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ, തീനെ തല്ലിയല്ലേ. വരട്ടെ. ഭ്രാന്ത കൃഷി പിടിച്ചേട്ടാ അവക്ക് മൂന്ന് ഭ്രാന്ത്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഈ കൊട വാളായിരുന്നേലേ, കുത്തി കൊന്നേനെ ഞാനവളെ. എന്റെ ഇവിടെ അടി കിട്ടിയത്. എന്നാലും അവൾ അടിച്ചല്ലോ. ഈശ്വര, എന്റെ കുഞ്ഞ് എല്ലാവരും കൂടി എന്നെ ഭ്രാന്തിയാക്കുക. എനിക്ക് ശരിക്കും ഭ്രാന്തുണ്ടോ? അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊടുക്കുന്ന മോളാ. അമ്മയെ രാജ്ഞിയെ പോലെ ഇവള് വാഴിക്കും. അമ്മ മകളാ. ശരി, നന്നായി പ്രാർത്ഥിച്ചോളൂ. എടുത്തമ്മ എന്താ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞേ? കമല, ഇന്നലെ രാത്രിയില് ശാരികച്ചി മിസ്സിംഗ് ആയി. മിസ്സിങ്ങോ? അതെ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുറത്തേക്ക് ഓടിയതാ. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അന്വേഷിക്കുന്നതിന്റെ കൂടെ നീയും കൂടെ ഒന്ന് അന്വേഷിക്കണം. ഞാൻ എവിടെ പോയി തിരക്കാനാണ് എടുത്തമ്മേ? ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നോക്കി. നീ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നതല്ലേ. എവിടെയെങ്കിലും വെച്ച് കാണാൻ കഴിഞ്ഞാ നീ ആ സമയം എന്നെ ഒന്ന് വിളിക്കണം. ഞാൻ നോക്കാം എടുത്തമ്മേ, എല്ലായിടത്തും നോക്കാം. എന്റെ ഓട്ടം കളഞ്ഞിട്ടാണെങ്കിൽ ഞാൻ നോക്കാം. എന്റെ അടുത്തേമ്മയുടെ ചേച്ചി എന്ന് പറയുമ്പോൾ എന്റെയും കൂടെ ചേച്ചിയല്ലേ? ഇന്നലെ ശാരികച്ചിയുടെ മിസ്സിങ്ങും പ്രകാശിന്റെ മരണവും എല്ലാം കൂടി വന്നപ്പോ ഞാനും ആകെ അങ്ങ് പതറിപ്പോയി. എടുത്തമ്മ വിഷമിക്കാതിരിക്കേ, പോലീസുകാർ നോക്കുന്നുണ്ടല്ലോ. എന്നാൽ കഴിയുന്ന വിധം ഞാനും നോക്കാം. ചേച്ചി നമുക്ക് കണ്ടുപിടിക്കാം. കുഞ്ഞിനെ തിരക്കി ഭ്രാന്ത് പിടിച്ച പോലെയാ ചേച്ചി ഓടി നടക്കുന്ന. പ്രകാശിനെ പറ്റിയതുപോലെ അപകടങ്ങളൊന്നും പറ്റാതിരുന്നാ മതി. അങ്ങനെ ഒന്ന് ചിന്തിക്കണ്ട എടുത്തമ്മേ. ചേച്ചി തിരിച്ചു വരും, എവിടെയാണെങ്കിലും തിരിച്ചു വരും. അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും.
ഇതെന്തു പറ്റി? ഒരു സങ്കടാവസ്ഥയാണല്ലോ. സാറേ, ചായ കുടിച്ചില്ലേ? അയ്യോ, ഇതിപ്പോ ചൂടാറിയല്ലോ. ഇയാളെ അങ്ങോട്ട് ഒഴിച്ചുകളാ. പൊന്നി, ഇനി വന്നേ. ദേ, ഈ ചായ ആറ് തണുത്തിരിക്കുക. രാഘവൻ സാറിന് ഒരു ചൂട് ചായ കൊണ്ടുവന്ന് കൊടുത്തേ. ഒരു ഉന്മേഷം ഉണ്ടാവട്ടെ. ദാ. ചായ മനഃപൂർവ്വം കുടിക്കാത്തതാ. വേറെ ചായ കൊണ്ടുവന്നാലും കുടിക്കില്ല. അതെന്താ അങ്ങനെ? ഇന്നലെ മുതലുള്ള സമരവാ. ശാലിനി കുഞ്ഞിനെയും വിഷ്ണു കുഞ്ഞിനെയും കുട്ടികളെയും കാണണമെന്ന് പറഞ്ഞുള്ള ഒരേ ഇരിപ്പ് സമരവാ. ഇങ്ങനെ കണ്ണടച്ചിരിക്കും. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ പ്രതികരിക്കില്ല. അപ്പൊ സഹന സമരമാ. ഉം. രാഘവൻ സാറേ, രാഘവൻ സാറേ, എന്തുവാടോ ഇയാൾ വിളിച്ചു പോകുന്നേ? താൻ തുടങ്ങിയോ? അല്ല, സാർ എഴുന്നേറ്റ്, നമുക്ക് അകത്തിരിക്കാം. എടോ പിള്ളേ, ഇയാളെ എനിക്കൊരു സഹായം ചെയ്യുവോ? എന്താ സാറേ? താൻ പോയേ ശാലിനിയും വിഷ്ണുവും കുട്ടികളെ എവിടെ താമസിക്കുന്നത് കണ്ടുപിടിച്ചുകൊണ്ട് വന്നാലേ നമുക്ക് പോയിട്ട് അവർ കൂട്ടിക്കൊണ്ടുവരാം. അതിപ്പോ എവിടെയാണെന്ന് വെച്ചാ പോയി അന്വേഷിക്കുന്നേ? എവിടെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. താൻ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അല്ല, അത് നമുക്ക് കണ്ടുപിടിക്കാം. തൽക്കാലം ഇപ്പോ നമുക്ക് സാർ എഴുന്നേറ്റ്, നമുക്ക് അകത്തിരിക്കാം. ഞാൻ അതൊക്കെ അകത്തിരുന്നോളാം. ഇയാളിപ്പോ ഞാൻ പറയുന്നത് ചെയ്യ്. ഇപ്പൊ തന്നെ ഇയാള് പോണം. ആ ശരി. ആ, പിള്ള ഒരിടത്തേക്കും പോകുന്നില്ല. പിള്ളേ, നമുക്ക് ഒന്ന് രണ്ടിടത്ത് പലിശ പിരിക്കാൻ പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ റെഡി ആയിട്ട് വരുമ്പോ നിങ്ങൾ ഇവിടെ കാണണം. ആ, ശരി. ആ. ഭാമേ, അത് കൊള്ളാം. ഇതെന്ത് വർത്താനാ ഭാമ പറയുന്നേ? ഇയാളോട് നിർത്തിയേക്കുന്നത് ഞാനാ. എന്റെ കാര്യം നേരെ മണം നോക്കാന്നുള്ളതാ ഇയാൾ ആദ്യത്തെ ജോലി. ആ, സമയമുണ്ടെങ്കിലേ നിന്റെ പലിശ പിരിവിന്റെ കണക്കപ്പിള്ളയാൻ വരത്തുള്ളൂ. പക്ഷേ പിള്ളയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് ഞാനാ. ഓ, അപ്പോ ഞാൻ പറയുന്നതും പിള്ള കേൾക്കേണ്ടി വരും. എന്ന് വെച്ച് പിള്ള നിന്റെ അടിമയൊന്നും അല്ല. എന്ത് കേൾക്കണം എന്ത് കേൾക്കണ്ട തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ പിള്ളയ്ക്കുണ്ട്.